പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ റമദാനിലേക്ക് നമ്മളിത് വളരെ അടുത്തിരിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മൾ റമദാനിലായിരിക്കും. ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെടുത്തിയതുപോലെ ഒരു വലിയ തയ്യാറെടുപ്പോടുകൂടി റമദാനിനെ ശരിക്കും ഈ വർഷം എനിക്ക് ഉപയോഗപ്പെടുത്തണം, ധാരാളം നേടണം എന്നൊരു നിയ്യത്തോടു കൂടി നേരത്തെ തന്നെ നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരുങ്ങണം എന്ന് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. റമദാൻ നോമ്പിലൂടെ നമുക്ക് നേടേണ്ടത് ജീവിത വിശുദ്ധിയാണ്, തഖ്വയാണ്. ആ തഖ്വ നേടുമ്പോൾ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ, ഭൗതികമായ നേട്ടങ്ങൾ, അതുപോലെ പാരത്രികമായ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. റമദാനുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം കാര്യങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ഈ നോമ്പ് എന്ന ആരാധനാ കർമ്മം തന്നെ അത് മറ്റു ആരാധനാ കർമ്മങ്ങളെപ്പോലെയുള്ള ഒന്നല്ല. അത് വലിയ പുണ്യങ്ങളുള്ള ഒരു പ്രതിഫലങ്ങൾ ധാരാളം വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ്. അത് റമദാൻ മാസത്തിലാണെങ്കിലും അല്ലാത്ത സമയങ്ങളിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. അതിൽ റമദാൻ മാസത്തിൽ അത് നിർബന്ധമായും ഓരോ സത്യവിശ്വാസിയും അനുഷ്ഠിക്കേണ്ടതാണ് എന്നതുകൊണ്ട് തന്നെ അത് കൂടുതൽ പ്രത്യേകതയുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സന്ദർഭം, അതുപോലെ നരകത്തിൻ്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടുന്ന സന്ദർഭം, പിശാചിന് ചങ്ങലക്കിടപ്പെടുന്ന സന്ദർഭം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാൻ മാസമായാൽ പിന്നെ ഒരു മനുഷ്യനും പിശാചിൻ്റെ യാതൊരു ഉപദ്രവവും ഉണ്ടാവില്ല. അവന് പിന്നെ അതുപോലെ തന്നെ നരകവുമായി ബന്ധപ്പെട്ട ഒരു പ്രവൃത്തിയും ഇവിടെ നടക്കൂല എന്ന ആശയമല്ല യഥാർത്ഥത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിലേക്ക് മടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സും അവൻ്റെ സാഹചര്യങ്ങളുമൊക്കെ ഒരു സ്വർഗകവാടം തുറന്നതുപോലെ അതുപോലെ അവന് ബോധ്യമാകും. മനസ്സിൽ ചീത്ത കാര്യങ്ങളെ പറ്റിയുള്ള പ്രേരണകൾ അത് മറ്റുള്ള സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്നതിൽ അത്രയൊന്നും മനസ്സിൽ ഉണ്ടാവില്ല. നന്മ ചെയ്യാനുള്ള താല്പര്യം അവൻ്റെ മനസ്സിൽ ധാരാളമായി ഉണ്ടാകും. നരകത്തിൽ പോകുന്ന വിഷയങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കണം എന്ന ചിന്ത മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ ഈ റമദാൻ മാസത്തിൽ വിശ്വാസിയുടെ മനസ്സിൽ അതുണ്ടാകും. സ്വർഗത്തിലേക്ക് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ എത്തിപ്പെടാൻ വേണ്ട അമലുകളൊക്കെ ഞാൻ ചെയ്യണം എന്നൊരു ബോധ്യം അവനുണ്ടാകും. അതിന് അനുകൂലമായ രീതിയിൽ അള്ളാഹു സാഹചര്യം ഒരുക്കുകയും പിശാചിൻ്റെ പ്രേരണയിൽ നിന്നും പിശാചിൻ്റെ മറ്റ് ദുർമന്ത്രങ്ങളിൽ നിന്നൊക്കെ അവന് ഒരുപാട് മോചനം നൽകുന്ന ഒരു സന്ദർഭമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തയ്യാറായാൽ മതി. നമ്മൾ മനസ്സുകൊണ്ട് ഈ റമദാൻ എന്തായാലും എനിക്ക് പൂർണ്ണമായി ഒരുപാട് പുണ്യങ്ങൾ നേടണം എന്ന് വിശ്വാസത്തോടു കൂടി നമ്മൾ അതിന് തയ്യാറായാൽ തന്നെ സാഹചര്യം നമ്മൾ അറിയാതെ തന്നെ നമ്മളതിന് ഒരുങ്ങി നമുക്ക് കിട്ടും. അതാണ് ഇത്തരം ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ വലാ ബാഗിയ ശർ അക്സിർ. നന്മയിൽ ആഗ്രഹിക്കുന്ന, നന്മയിൽ മുഴുകിയിരിക്കുന്ന നന്മയുടെ വക്താക്കളെ നിങ്ങൾ ഇതാ കയറി വരൂ, റമദാനിലേക്ക് നിങ്ങൾ നന്മയുമായി കയറി വരൂ. എന്നാൽ തിന്മയുടെ വക്താക്കളായി ജീവിക്കുന്ന ആളുകൾ അവരോട് അക്സിർ, നിങ്ങൾ അതൊക്കെ ഒന്ന് ചുരുക്കണം. തിന്മ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അതെല്ലാം റമദാൻ മാസത്തിൽ അത് എല്ലാം ചുരുക്കി തന്നെ അവൻ ജീവിക്കണം എന്നൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചൊരു പ്രസിദ്ധമായ ഒരു ഹദീസ്, കുല്ലു അമലി ഇബ്നി ആദം, മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും ലഹു, അതൊക്കെ അവനവന് തന്നെ ഗുണം കിട്ടുന്ന സംഗതിയാണ്.
എല്ലാ അമലുകൾ കൊണ്ടുള്ള ഗുണം ആത്യന്തികമായ ആർക്കാന്ന് ചോദിച്ചാൽ അത് അയാൾക്ക് തന്നെയാണ്. നമസ്കരിക്കുകയാണെങ്കിൽ നമസ്കരിക്കണ ആൾക്ക് അതിന്റെ ഗുണം കിട്ടുക. അപ്പൊ അത് ആത്യന്തികമായി ഇതിന്റെ ഒക്കെ ഗുണം ലഭിക്കുന്നത് അവന് തന്നെയാണ്. അൽ ഹസനത്തു ബി അശരി അംസാലിഹ, ഒരു നന്മ ചെയ്താൽ അതിന് 10 പ്രതിഫലം. അത് കൂടി ഇലാ സബഅമിയ, 700 വരെ പ്രതിഫലം ലഭിക്കും. അപ്പൊ നമ്മൾ ഒരു നന്മ ചെയ്യുമ്പോൾ ആ നന്മയുടെ ശക്തി അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് അളക്കാൻ പറ്റില്ല. പക്ഷെ അള്ളാഹു അത് അളന്നിട്ട് അതിൻ്റെ നമ്മളുടെ ആത്മാർത്ഥതയുടെ രീതി, അത് ഉപകാരപ്പെടുന്ന രൂപം, അത് ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എഫേർട്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന അധ്വാനം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അത് പരിഗണിച്ച് അതിനനുസരിച്ച് ഓരോന്നിൻ്റെയും പ്രതിഫലം വർദ്ധിച്ചു 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 വരുന്നു. 700 ഇരട്ടി വരെ പ്രതിഫലം അതിന് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഒരു നിസ്കരിക്കുന്ന ആൾ, ഇപ്പൊ പള്ളിയിൽ നിസ്കരിക്കുന്ന ആള് എല്ലാവർക്കും ഒരേ പ്രതിഫലമായിരിക്കില്ല. അതിന് പലതരം നിസ്കാരക്കാരുണ്ടാവും. നമസ്കാരത്തിൽ വളരെയധികം ഏകാഗ്രതയോടുകൂടി നിസ്കരിക്കുന്ന ആളുകളുണ്ടാവും. വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും അമലില് ഇബാദത്തായിട്ട് നമസ്കാരത്തിൽ ഓരോ സുന്നത്തുകളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുന്ന ആളുകളുണ്ടാവും. അത് മൊത്തത്തിൽ ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള ആളുകളും ഒരു ജമാഅത്ത് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ അതിലുണ്ടാവും. അവരുടെയൊക്കെ പ്രതിഫലം അതിനനുസരിച്ച് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. എന്തായാലും ഒരു നന്മ ചെയ്യുന്ന ഒരാൾക്ക് അതൊരിക്കലും നഷ്ടാവില്ല. 10 മുതൽ 700 വരെ പ്രതിഫലം അതിന് ലഭിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയാണ്, എന്താണ്? ഖാലല്ലാഹു അസ്സ വജല്ല അൽ ഇല്ല സൗം, സിയാം അങ്ങനെയല്ല, നോമ്പിന്റെ കാര്യം ദീനൊക്കെ പുറത്താണ്. ഈ 10 മുതൽ 700 വരെ പ്രതിഫലം അതിൽ നിന്നൊക്കെ പുറത്താണ് നോമ്പിന്റെ കാര്യം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഫഇന്നഹു ലീ, നോമ്പ് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് വേണ്ടിയുള്ളതാണ്. വഅന അജ്സി ബിഹി, ഞാനായിരിക്കും അതിന് പ്രതിഫലം നൽകുന്നത്. വഇന്നഹു തറക ശഹ്വതഹു വതആമഹു വശറാബഹു മിൻ അജ്ലി, എനിക്ക് വേണ്ടിയാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ പ്രീതിക്ക് വേണ്ടിയാണല്ലോ അവൻ്റെ വികാരവും അവൻ്റെ ഭക്ഷണവും അവൻ്റെ പാനീയവും ഒക്കെ അവൻ കൈവെടിഞ്ഞിട്ടുള്ളത്, ഒഴിവാക്കിയിട്ടുള്ളത് എനിക്ക് വേണ്ടിയാണല്ലോ എന്ന് അള്ളാഹു പറയുകയും നോമ്പ് അത് എനിക്ക് വേണ്ടിയുള്ളതാണ്. യഥാർത്ഥത്തിൽ നോമ്പ് മാത്രമല്ല, എല്ലാ ആരാധനാകർമ്മങ്ങളും ആത്യന്തികമായി നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നിർവഹിക്കുന്ന കാര്യമാണ്. പിന്നെ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ പറ്റി മാത്രം അതെനിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പ്രത്യേകം അവിടെ എടുത്തു പറയാൻ കാരണം അത് നോമ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റ് ആരാധനാകർമ്മങ്ങളിൽ നിന്ന് നോമ്പിനുള്ള കുറേ പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് നോമ്പ് എന്ന് പറയുന്നത് മറ്റ് ആരാധനാകർമ്മങ്ങളെ പോലെയല്ല. അത് അള്ളാഹുവും ഈ നോമ്പ് നോൽക്കുന്നവനും തമ്മിലുള്ള ഒരു സ്വകാര്യമാണ്. ആ സ്വകാര്യം ഓനും അള്ളാഹുവിനും അറിയുള്ളൂ. ഒരാൾ നോമ്പ് ഒഴിവാക്കി നോമ്പ് നോൽക്കാതെ നോമ്പ് നോറ്റവനെ പോലെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയും. യാതൊരു പ്രയാസവും അവനില്ല. അപ്പോൾ ബാക്കിയുള്ളത് അങ്ങനെ. നമസ്കാരം എന്ന് പറഞ്ഞത് അത് നമസ്കരിക്കുന്നത് വേറൊരാൾക്ക് കാണാൻ പറ്റും. ഹജ്ജാണെങ്കിലും അത് മറ്റുള്ളവർക്ക് കാണാം. സക്കാത്താണെങ്കിൽ കിട്ടിയ ഏറ്റവും ചുരുങ്ങിയത് അത് ആർക്കാണ് കൊടുക്കുന്നത് അവരെങ്കിലും അതിനെ സംബന്ധിച്ച് അറിയും, മനസ്സിലാക്കും. നോമ്പ് എന്ന് പറഞ്ഞത് പൂർണ്ണമായും അത് അള്ളാഹും മനുഷ്യനും തമ്മിലുള്ള ഒരു സ്വകാര്യ ഇടപാടാണ്. അപ്പോൾ നോമ്പിലൂടെ നമ്മളെ അള്ളാഹു പരിപോഷിപ്പിച്ച് വരുന്നത്, നമ്മളെ പരിശീലിച്ച് വരുന്നത് സ്വകാര്യങ്ങൾ നന്നാക്കുക എന്നുള്ള സംഗതിയാണ്. അത് നോമ്പിലൂടെ നമുക്ക് കിട്ടേണ്ട ഒരു ഏറ്റവും വലിയ ഒരു പാഠാണ്. സ്വകാര്യങ്ങൾ നന്നാക്കാൻ കഴിയണം. നമ്മൾ ഓരോരുത്തർക്കും നമ്മളുടെ സ്വകാര്യങ്ങളെ പറ്റി ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ അത് എത്രത്തോളം സന്തോഷകരമാകും, എത്രത്തോളം ദുഃഖകരമാകും എന്നുള്ളത് ഓരോ വ്യക്തികൾക്കും ആലോചിച്ചാൽ അറിയാം. ഒരാൾക്ക് വേണമെങ്കിൽ വളരെ നല്ല ഒരാളായിക്കൊണ്ട് തന്നെ ജീവിക്കാൻ സാധിക്കും. പക്ഷേ അവൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് പോയാലോ അത് അവനേ അറിയുള്ളൂ. അവനുമായി അടുത്ത് ജീവിക്കുന്ന ആളുകൾക്കേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ പല മനുഷ്യന്മാരും അവരുടെ അടുത്ത് ജീവിക്കുന്ന ആളുകൾ വലിയ വലിയ മഹാന്മാരെ സംബന്ധിച്ചൊക്കെ വലിയ ദോഷം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അയാൾ വലിയ ലോകമഹാനൊക്കെയാണ്, പക്ഷേ അയാൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അയാൾ, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എനിക്കറിയുന്ന അയാൾ അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയൊക്കെ പ്രത്യേകത,
റസൂലുള്ളാഹിയുടെ ഏറ്റവും അടുത്ത ആളുകൾക്കാണ് റസൂലിനെ പറ്റി ഏറ്റവും അധികം മതിപ്പുണ്ടായിരുന്നത്. റസൂലിനെ പറ്റി ഏറ്റവും മതിപ്പുണ്ട്. അങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആകേണ്ടത്. നമ്മളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് നമ്മളെപ്പറ്റി നല്ല മതിപ്പുണ്ടാകണം. നമ്മളൊരു നല്ല മനുഷ്യനാണ് എന്ന് നമ്മളുമായി ഏറ്റവും അടുത്ത് ജീവിക്കുന്ന നമ്മുടെ ഇണകൾ, അതുപോലെ നമ്മളുമായി ഏറ്റവും അടുത്ത് ജീവിക്കുന്ന നമ്മളുടെ മറ്റ് സുഹൃത്തുക്കൾ, അവർക്കൊക്കെയാണ് നമ്മളെപ്പറ്റി ഒരു നല്ല അടയാളം, നല്ല ഒരു ജീവിത വിശുദ്ധി എന്നൊക്കെ ഉണ്ടാകേണ്ടത് അവിടെയാണ്. അത് യഥാർത്ഥത്തിൽ നമ്മളെ പരിശീലിപ്പിച്ചു വരുന്നത് നോമ്പിലൂടെയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രതിഫലവും ഏറ്റവും അധികം ഗുണവും കിട്ടുന്ന ഒരു സംഗതി സ്വകാര്യങ്ങൾ നന്നാക്കുക എന്നുള്ളതാണ്. സ്വകാര്യങ്ങൾ നന്നാക്കുക. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഗൈബിൽ അഥവാ അസാന്നിധ്യത്തിൽ, മറ്റൊരാളില്ലാത്തപ്പോൾ, ഒറ്റക്കാകുമ്പോൾ, സ്വകാര്യമാകുമ്പോൾ അപ്പോൾ അള്ളാനെ പേടിക്കുക, ഭക്തി ഉണ്ടാകുക, അള്ളാനെ കാര്യങ്ങൾക്കനുസരിച്ച് ഒരാൾ അതിനനുസരിച്ച് ജീവിക്കുക എന്നതാണ് ഒരാളുടെ പാപങ്ങൾ മുഴുവൻ പുറത്തു തരാനും അയാൾ സ്വർഗപ്രവേശനത്തിനും അങ്ങനത്തെ ആളുകൾക്ക് സ്വർഗപ്രവേശനവും പാപ മോചനവും ഉണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പൊ ഈ സ്വകാര്യങ്ങൾ നന്നാക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പ് എന്ന് പറയുന്നത്. കാരണം ഇത് മുഴുവൻ അള്ളാഹുവുമായി ബന്ധപ്പെട്ട സ്വകാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, ശ്രദ്ധിക്കുക. നമ്മുടെ സ്വകാര്യങ്ങൾ നമ്മൾ ഏറ്റവും നന്നാക്കാൻ വേണ്ടി തന്നെ നമ്മൾ ശ്രമിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നോമ്പിന് യഥാർത്ഥത്തിൽ ചെയ്യാന്നുള്ളതിനേക്കാൾ ഉപരി ചെയ്യാതിരിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം. സാധാരണ അറബിയിൽ അതിനെ പറയും ഫിഅലല്ല തെർക്കാണ് കൂടുതൽ. അതായത് തിന്നാൻ പാടില്ല, കുടിക്കരുത്, തിന്നരുത്, അതുപോലെ തന്നെ മറ്റ് വൃത്തികളിലൊന്നും ലൈംഗികമായ സംഗതികളിൽ ഏർപ്പെടരുത്, അരുതുകളാണ് കുറേ സംഗതികളിൽ. നേരെ മറിച്ച് നിങ്ങൾ നമസ്കരിക്കണം, നോമ്പനുഷ്ഠിക്കണം, അത്തരം സംഗതികൾ, അത്തരം വിവാദത്തുകളെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാൻ നമ്മോട് കൽപ്പിക്കുമ്പോൾ നോമ്പ് പ്രധാനമായി നമ്മളോട് പറയുന്ന സംഗതി ചെയ്യരുത്. അത് അവനാന് ഹലാലായ സംഗതികളല്ലേ. ഹലാലായ സംഗതിയാണ് ഇപ്പോൾ ഈ ഭക്ഷണവും ഒക്കെ തന്നെ, ഭക്ഷണം പാനീയം ഒക്കെ ഹലാലാണ്. ആ ഹലാല് തന്നെ ചെയ്യരുത് എന്നുള്ളത് പറയുന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ മനുഷ്യൻ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസം നമ്മൾക്ക് ചെയ്യാതിരിക്കുക എന്നത് വലിയ പ്രയാസമുള്ള സംഗതിയാണ്. അതാണ് നമ്മൾ പരിശീലിക്കുന്നതാണ്. ഒരു സംഗതി ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ ഒരാളോട് പറയുകയാണെന്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള സംഗതി. പക്ഷെ ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾക്ക് എന്ത് വേണം? നല്ല മനഃശക്തി വേണം. ഒരു സംഗതി തെറ്റായ ഒരു സംഗതി ചെയ്യാതിരിക്കണമെങ്കിൽ അതിന് നല്ല മനഃശക്തി യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മളത് പരിശീലിക്കേണ്ടതുണ്ട്. നമുക്ക് പലജാതി പ്രേരണകളും ചെയ്യാൻ വേണ്ടി പലതും ഉണ്ടാകും. ആ സംഗതികൾ ആ രീതിയിൽ ചെയ്യും. നേരെ മറിച്ച് മാത്രമല്ല, ഈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം മതി. ഒരു നിസ്കരിക്കുക എന്ന് പറഞ്ഞൊരു സംഗതി, അതിനൊരു 10 മിനിറ്റോ 5 മിനിറ്റോ 10 മിനിറ്റോ അല്ലെങ്കിൽ ആ മണിക്കൂറോ കൊണ്ടൊക്കെ ഒരു നിസ്കാരം സാധാരണ നമ്മൾക്ക് ഫർദ് നിസ്കാരങ്ങളൊന്നും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. എന്നാൽ ഒരു തെറ്റായൊരു സംഗതി ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞ സംഗതിയാണെങ്കിലോ, ആ ചെയ്യാതിരിക്കുന്നതിന് നമ്മൾക്ക് അത് എപ്പോഴും അതിനെങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതങ്ങോട്ട് അതിലേക്ക് എത്താതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പം അങ്ങനെ ഒരു സംഗതി നമ്മളെ ഈ നോമ്പിലൂടെ നമ്മെ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ചെയ്യാതിരിക്കാൻ പഠിക്കുക പല കാര്യങ്ങളും. അതിന് വേണ്ടി നമ്മളെ മനസ്സിനെ നമ്മൾ സജ്ജമാക്കുക. അപ്പം തെറ്റായ കാര്യങ്ങൾ ചെയ്യാതെ നമ്മളങ്ങനെ നിൽക്കുക. ഇപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ ഖിയാമുല്ലയിലൊക്കെ തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്നുണ്ടാവും. അയാൾ വളരെ ഒരു മണിക്കൂറൊക്കെ എളുപ്പമായിട്ട് തഹജ്ജുദൊക്കെ നിസ്കരിക്കും. അതോടൊപ്പം തന്നെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ പല സംഗതികൾക്കും അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ചെയ്യാൻ പാടില്ലാത്ത സംഗതികൾ ചെയ്യുന്ന ആളുകളുണ്ട്. വേറെ ചില നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ തന്നെ ചിലപ്പോൾ അവസരം കിട്ടിയാൽ അവര് മദ്യപിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ചെയ്യാതിരിക്കാനുള്ള ഒരു കഴിവ് നമ്മൾക്ക് ഈ
നോമ്പിലൂടെ നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ തഖ്വ എന്ന് പറഞ്ഞാൽ, തഖ്വ എന്ന് പറയുന്നതിനെ ചില പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച കാര്യം തന്നെ ഒരു സംഗതി നോ എന്ന് പറയാനുള്ളൊരു കഴിവ് ആർജിക്കുക എന്നാണ് പറഞ്ഞത്. ഇല്ല എന്ന് പറഞ്ഞു, അതിന് ഞാനില്ല എന്ന് പറയാനുള്ള കഴിവ് ഒരാൾക്ക് ഉണ്ടാകുമ്പോഴാണ് അവനൊരു മുത്തഖിയായി തഖ്വയുള്ളവനായി മാറുക. അപ്പോൾ ഒരു തെറ്റിലേക്ക് അവൻ പോകുമ്പോൾ ഇല്ല, എനിക്ക് പറ്റില്ല, അതെനിക്ക് ചെയ്യരുത് എന്നോന് അത് അവനങ്ങനെ അതാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുക. അതായത് ഈ രീതിയിൽ നമ്മൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക. മൂന്നാമത്തെ സംഗതി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിഷയം ഇതുപോലെ തന്നെയാണത്. അതായത് നമ്മൾ സാധാരണ രീതിയിൽ ഇസ്ലാമിൻ്റെ മൊത്തത്തിലെടുത്തു നോക്കിയാൽ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭാവിയിൽ കിട്ടാനുള്ള പിന്നീട് കിട്ടാനുള്ള വലിയ ഒരു നന്മ അല്ലെങ്കിൽ എന്നൊന്നും നിലനിൽക്കുന്ന ഒരു നന്മക്ക് വേണ്ടി ഉടനടി കിട്ടുന്ന കുറേ ചെറിയ ചെറിയ ആനന്ദങ്ങളും സുഖങ്ങളും ഒക്കെ കൈവടിക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു മുസ്ലിം ശരിക്കും പഠിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട സംഗതിയാണ്. നമ്മൾ ജീവിതത്തിൻ്റെ എല്ലാ സംഗതികളിലും പലപ്പോഴും അത് നമ്മൾ പ്രാവർത്തികമാക്കുന്നതാണ്. അപ്പോഴേ ഓന് വിജയം ഉണ്ടാവുള്ളൂ. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നമ്മളൊക്കെ അനുഷ്ഠിക്കുന്ന വിജയത്തിൻ്റെയും ഒക്കെ ഓരോ വശങ്ങളും പരിശോധിച്ച് നോക്കിയാൽ അതൊക്കെ നമ്മളെ പരലോകത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന, പരലോക ജീവിതത്തെ നമ്മെ പഠിപ്പിക്കുന്ന സംഗതികളാണ്. ആഴത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക് ശരിയായ രീതിയിൽ അവൻ കുറേ അധ്വാനിക്കണം. ചെറുപ്പത്തിൽ കുറേ അധ്വാനിച്ച് കഴിഞ്ഞെങ്കിൽ പ്രായമാവും കുറച്ച് കഴിഞ്ഞാൽ പിന്നീട് അവന് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുള്ളൂ. പഠിക്കണ കാലം തന്നെ അതൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ നടന്നാലോ കാലാകാലവും അവൻ ആ പ്രയാസത്തോടും ദുരിതത്തോടും അങ്ങനെ ജീവിക്കേണ്ടി വരും. അറബിയിൽ ഒരു സാധാരണ പഠിക്കുന്ന ഒരു ചൊല്ലുണ്ട്. എന്താണ്? മൻ യത്അബ് ഫീ സിഗരിഹി യസ്തരിഹ് ഫീ കിബരിഹി. ചെറുപ്പകാലത്ത് കഠിനാധ്വാനം ചെയ്യുന്നവന് പ്രായമാകുമ്പോൾ അവന് വളരെ ആശ്വസിച്ചുകൊണ്ട് കഴിയാം. അതൊരു വലിയ തത്വമാണ്. നമ്മൾ ചെറുപ്പകാലത്ത് കഴിയുള്ള സമയത്ത് നമ്മൾ നന്നായി അധ്വാനിച്ച് ഇതൊക്കെ ശ്രദ്ധിച്ചൊക്കെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് കഴിവില്ലാത്തൊരു കാലം വരും, പ്രായമാകും. ആ പ്രായകാലത്ത് നമുക്ക് മനസ്സമാധാനത്തോടു കൂടി സൗകര്യത്തോടു കൂടി വളരെ റാഹത്തായിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നതാണ്. അതാണ് അറബി ചൊല്ലിൻ്റെ പൊരുളതാണ്. അപ്പം അത് എന്തിനു വേണ്ടിയാണ്? അപ്പോൾ ഈ സമയത്ത് ഈ കുറച്ച് നേരം ഉടനടി കിട്ടുന്ന കുറേ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ സൗകര്യങ്ങൾ വേണ്ടാന്ന് വെച്ചെങ്കിലേ ഭാവിയിൽ നമുക്ക് കിട്ടുന്ന വലിയ സൗകര്യങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. ഉടനടി കിട്ടണമെന്ന് എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ചാലോ ഭാവിയിലും അവനത് കിട്ടാതെ പോകുന്നു. അതാണ് ദുനിയാവിൽ നിങ്ങൾ കുറച്ചൊക്കെ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാലും ഭാവിയിൽ നിങ്ങൾക്ക് അത് വലിയ ഒരു നിധിയായി നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇപ്പോൾ സാധാരണ ഈ മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ വലിയ തത്വമായി പറയുന്ന ഒരു സംഗതിയാണെന്ത്? ഡിലൈഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് അവരിൽ പറയാം. അതായത് വരാനുള്ളൊരു സംഗതി വലിയ സന്തോഷകരം, സംതൃപ്തി നമുക്ക് മനസ്സിൽ ആനന്ദവും സംതൃപ്തിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പം കിട്ടണമെന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടത് കിട്ടുക. അതാണ് ആ ഒരു തത്വത്തോടു കൂടി ജീവിക്കണ മനുഷ്യനായിരിക്കും ജീവിതത്തിൽ വിജയം ഉണ്ടാകാൻ കഴിയുള്ളൂ എന്ന്. അപ്പോൾ ഏത് മഹാന്മാരെ നിങ്ങൾ പറ്റി പരിശോധിച്ച് നോക്കേണ്ടി. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുന്ന ഒരു വലിയ തത്വമാണ്. അവരൊക്കെ വല്ലതും നേടി സമാധാനത്തോടു കൂടി സുഖമായി സുന്ദരമായി ജീവിക്കുന്നുണ്ടെങ്കിൽ അവരതിൻ്റെ മുമ്പ് കുറേ അധ്വാനിച്ചിട്ടുണ്ടാവും, കുറേ പ്രയാസപ്പെട്ടിട്ടുണ്ടാവും, കുറേ സംഗതിക്ക് വേണ്ടി സമയം അവർ ചെലവഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നോമ്പിലൂടെ നമ്മെ പഠിപ്പിക്കണ അതിൻ്റെ ചെറിയ ചെറിയ രൂപമാണ് പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നോമ്പുകാരന് 2 സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. ലിസാഇമി ഫറഹത്താൻ. ഒന്ന്, നോമ്പ് തുറക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. അപ്പോൾ നമ്മൾ രാവിലെ മുതൽ രാവിലെ ഒന്നും തിന്നുന്നില്ല, ഉച്ചക്കും തിന്നുന്നില്ല, കുടിക്കുന്നില്ല, അങ്ങനെ പ്രയാസപ്പെട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരമാകുമ്പോൾ നമുക്ക് നന്നായി സംതൃപ്തിയോടുകൂടി നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം, നോമ്പ് തുറക്കാം എന്നൊരവസ്ഥ. പിന്നെ രണ്ടാമത്തെ സംതൃപ്തി പറഞ്ഞു, വൈദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി. അല്ലാഹനെ കണ്ടുമുട്ടുമ്പോൾ ഈ ബുദ്ധിമുട്ടിയ ഈ സംഗതിക്ക് കിട്ടുന്ന
പ്രതിഫലം വെച്ച് നോക്കുമ്പോഴോ അതും വലിയ ഒരു സന്തോഷത്തിൻ്റെ ഘടകമായി മാറുന്നു. അപ്പോൾ യഥാർത്ഥ സന്തോഷം നമ്മൾക്ക് ഏത് സംഗതികളിലും, ജീവിതത്തിലാണെങ്കിലും പഠനത്തിൽ, നമ്മളിപ്പോൾ ഈ പഠിക്കുന്നതാണെങ്കിലും, ഈ ഒരു കച്ചവടക്കാരനാകണമെന്നുണ്ടെങ്കിലും മറ്റെന്ത് സമ്പാദിക്കണമെന്നുണ്ടെങ്കിലും ഒക്കെ, ഒരു രോഗിയാണെങ്കിൽ അയാൾ കുറേ കഷ്ടപ്പെട്ട് മരുന്നൊക്കെ, പലജാതി മരുന്നൊക്കെ കഴിച്ച് ബുദ്ധിമുട്ടി കഴിയുമ്പോഴേ അവന് രോഗം സുഖപ്പെട്ടു അവന് നല്ല നിലക്ക് നിൽക്കാൻ കഴിയുള്ളൂ. അപ്പം ഈ ഒരു വലിയ തത്വം നമ്മളെ ഈ നോമ്പ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അനുഭവിച്ചാലും ഭാവിയിൽ നിങ്ങൾക്ക് നല്ലത് വരാനുണ്ട് എന്ന ഒരു ചിന്തയും ആ രീതിയിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. പിന്നെ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് വേറെ വലിയൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ക്ഷമ എന്ന് പറയുന്നത്, ഇപ്പോൾ സാധാരണ പണ്ഡിതന്മാർ പറയും ക്ഷമ എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ക്ഷമ ഉണ്ട്. ഒന്ന് അസ്സബ്റു അല താഅത്തി, അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുക, ഇബാദത്ത് ചെയ്യുക, അതിന് നല്ല ക്ഷമ വേണം. ക്ഷമയുള്ളവർക്ക് അതിന് കഴിയുള്ളൂ. അതായത് 5 നേരവും കൃത്യമായിട്ട് നിസ്കരിക്കുക, അതുപോലെ സുന്നത്തുകൾ നിസ്കരിക്കുക, ബാക്കിയുള്ള സംഗതികൾ പടച്ചോൻ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ ഇബാദത്തൊക്കെ ആയി ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞത്, അതിന് നമ്മൾക്ക് അത് ചെയ്യാനുള്ള മനസ്സും ക്ഷമയൊക്കെ ഉണ്ടാകണം. അപ്പോഴേ നമുക്കത് കൃത്യമായി നിർവഹിക്കാൻ കഴിയുള്ളൂ. ആ ക്ഷമയൊന്നും ഇല്ലാത്തവൻ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, തോന്നിയ പോലെ ഓൻ അങ്ങനെ ജീവിച്ചങ്ങനെ പോകും. അപ്പോൾ ഒന്ന് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കണമെങ്കിൽ അതിനുള്ള ക്ഷമ വേണം. രണ്ടാമത്തത് ഈ തെറ്റ് ചെയ്യാതിരിക്കാൻ നല്ല ക്ഷമ വേണം. നമ്മുടെ മുമ്പിൽ പല പ്രേരണകളും ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ വരും. പലത് ഈ കാലഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ചും ഒരു മൊബൈലൊക്കെ കയ്യിൽ കിട്ടുന്ന ഒരാൾക്ക് അവനെ ഒരുപാട് പലതരം പ്രേരണകളും അവനുണ്ടാവും തെറ്റിലേക്ക് ഇങ്ങനെ ചെയ്യാൻ. അതിലേക്ക് പോകാതെ അതിങ്ങനെ പിടിച്ചു നിർത്താൻ, അതിനെങ്ങനെ തടഞ്ഞു നിർത്താൻ ഉള്ളൊരു കഴിവ്, ആ കഴിവിന് ക്ഷമയാണ്. അതാണ് പറയാ സബ്റു അലൽ മഅസിയ എന്നാണ് ഇതിന് പറയുന്നത്. മൂന്നാമത്തെ സബ്ർ അസ്സബ്റു അലൽ ദുരിതങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രയാസങ്ങളിൽ നമ്മൾ ക്ഷമിക്കുക. ഇപ്പോൾ നോമ്പ് നോറ്റാൽ ചില ആൾക്കാർക്ക് എന്തുണ്ടാവും, അവർക്ക് തലവേദന ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റു പല അസ്വസ്ഥതകൾ ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും. അതൊക്കെ ഉണ്ടെങ്കിലും ശരി, അതൊക്കെ ക്ഷമിച്ച് വൈകുന്നേരം വരെ അതങ്ങോട്ട് ക്ഷമിച്ച് നിന്ന് കഴിയുമ്പോൾ അവനതിൻ്റെ ഗുണം കിട്ടും. അപ്പം ഇങ്ങനെ നമ്മളെ ജീവിതത്തിലെ നമ്മുടെ എല്ലാ സംഗതികളും ഈ രീതിയിൽ വളരെ വ്യവസ്ഥാപിതമായി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ് ഈ പറയുന്ന നോമ്പ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഇത്തരം സംഗതികൾക്ക് വേണ്ടി മാനസികമായി നമ്മൾ ശരിയായി തയ്യാറായി ഒരുങ്ങണം. ഇതിൻ്റെയൊക്കെ ഗുണം ഇപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വലിയ നിധിയായി നമുക്ക് കിട്ടാനുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുള്ളത്. നോമ്പിൻ്റെ അത്ര നിങ്ങൾക്ക് ഇത്തരം സംഗതികൾ കിട്ടുന്ന വേറെ മറ്റു ആരാധനാ കർമ്മങ്ങളില്ല. ഏറ്റവും അധികം മനുഷ്യനെ ഈ രീതിയിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു ആരാധനാകർമ്മമാണ് നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം സംഗതികൾ, നോമ്പിൻ്റെ കാര്യം, നോമ്പിൻ്റെ നമ്മൾ ഒരുങ്ങണം. ഞാൻ അതിനെ വീണ്ടും പറഞ്ഞത്, നിങ്ങൾ ഈ റമദാനിൽ എല്ലാ സംഗതിയും, അപ്പോൾ അതിൽ നോമ്പിൽ ഈ നമ്മളെ മൊബൈലും TV ഇങ്ങനത്തെ എല്ലാ സംഗതികളും നിയന്ത്രണം വെച്ച് നമ്മൾ ജീവിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ അല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇൻഷാ അല്ലാഹ് നോമ്പ് വ്യാഴാഴ്ചയായിരിക്കും, 19-ാം തീയതി വ്യാഴാഴ്ചയായിരിക്കും എന്ന് പറയാൻ കാരണം, വ്യാഴാഴ്ച നമ്മളെ ശഅബാൻ 30 തികയും ബുധനാഴ്ച. പിന്നെ 31 അറബി മാസത്തിലില്ലാത്തതുകൊണ്ട് വ്യാഴാഴ്ച ബുധനാഴ്ച കഴിഞ്ഞാൽ പിന്നെ വ്യാഴാഴ്ചയാണ് റമദാൻ 1. നമ്മൾ ഈ റമദാൻ 1 സാധാരണ രീതിയിൽ 30 തികയാത്തൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് സംബന്ധിച്ച് നമുക്ക് നിർദ്ദേശം നൽകിയ സംഗതി, 29-ന് നിങ്ങൾ മാസം നോക്കണം. മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം പിറ്റേ ദിവസം, അല്ലെങ്കിൽ നിങ്ങൾ 30 തികച്ച് നോമ്പ് പൂർത്തിയാക്കുക, അടുത്ത ദിവസം നോമ്പെടുക്കണം. ഈ പ്രാവശ്യം 29-ന് ശഅബാൻ 29-ന് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പ് ചന്ദ്രൻ അസ്തമിച്ച് പോകും.
അപ്പോൾ അവിടെ പോയി നോക്കിയിട്ട് യാതൊരു കാര്യമില്ല, കാണൂല. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ ചക്രവാളത്തിൽ ഉണ്ടാകുമ്പോഴേ കാണുള്ളൂ. 29-ന് നമ്മൾക്ക് നോമ്പിന് നോക്കിയാൽ അത് കാണൂല. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ 30-ാം തീയതി 30 പൂർത്തിയാക്കിയിട്ടാണ് ഈ പ്രാവശ്യം റമദാൻ 1 വരിക. അപ്പോൾ അത് 19-ാം തീയതി വ്യാഴാഴ്ചയായിരിക്കും റമദാൻ എന്ന് നമ്മൾ പ്രത്യേക ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുക. ഈ നോമ്പും പെരുന്നാളും അത് നമ്മൾ കാഴ്ച കാണുക, ഇങ്ങനെ കണ്ടില്ലെങ്കിൽ 30 തികക്കുക എന്നൊക്കെ പറഞ്ഞ് നോമ്പ് പെരുന്നാൾ പോലെയുള്ള സംഗതിക്ക് നമുക്ക് അനിവാര്യമായൊരു സംഗതിയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ബാക്കി മാസങ്ങൾക്കൊന്നും നിങ്ങളങ്ങനെ ചെയ്തോളണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന ആ വിഷയത്തിലില്ല. നമ്മൾ സ്വതന്ത്രരാണ്. കലണ്ടർ നോക്കിയോ മറ്റൊക്കെ ബാക്കി മാസങ്ങൾ നമ്മൾക്ക് നിർണയിക്കാവുന്നതാണ്. പക്ഷേ റമദാന്, ശവ്വാല്, ദുൽഹിജ്ജ ഈ 3 മാസങ്ങൾ ഈ കാഴ്ച തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ട് സ്വീകരിക്കേണ്ടത് എന്നാണ് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കും.